friends, welcome to our channel. നിർവേദ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു മഞ്ഞയും ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ, ബേബിയാണ് നിന്റെ ഡ്രസ്സും മഞ്ഞ. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കേൾക്കുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു വാർപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശബ്ദം, പിന്നെ ടിവിയുടെ ശബ്ദം എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, ഇത്ര ഞങ്ങൾ പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത കുറേ പേരുണ്ട്. ഇതന്നെ ഈ മുടിയുടെ രഹസ്യം, മുടിയെക്കുറിച്ചുള്ള രഹസ്യമല്ല, സംശയങ്ങൾ, മുടിയെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചിരുന്ന, കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു മിനിറ്റ് ഗൈസ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ഓട്ടോറിക്ഷ എടുക്കാൻ പോവുകയാണ് ഏട്ടൻ. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് മിസ്സാവും. ഏട്ടൻ വാടക പോവാൻ നിൽക്കുകയാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, 9 വയസ്സിൽ എങ്ങനെ ഈ കുട്ടിക്ക് ഇത്ര മുടിയെന്നാ? അതിപ്പോൾ എങ്ങനെയാ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാ പറയാ? ഞങ്ങൾ വെട്ടുന്നില്ല. തിരിഞ്ഞു കൂഞ്ഞാ മുടി കാട്ടിക്കൊടുക്ക്, ശരിക്കും വെക്ക്. മുടി വളർന്നു. ഞങ്ങൾ അങ്ങനെ വെട്ടിക്കൊടുക്കാറില്ല, തുമ്പ് വെട്ടിക്കൊടുക്കാറുണ്ട്. തുമ്പ് വെട്ടി വളരും തോറും തുമ്പ് ഇങ്ങനെ വെട്ടിക്കൊടുക്കും. ഇതാണ് കേട്ടോ അവളുടെ മുടി. മുടിയിൽ ഇപ്പോൾ ഇടയ്ക്ക് താരന് ഇതൊക്കെ ചെറുതായി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് മുടി. തിരിഞ്ഞോ. അപ്പോൾ 9 വയസ്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെട്ടാതിരുന്ന ചിലവർ മുടി വെട്ടും. കുട്ടികൾക്ക് LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് അധികം മുടി വേണ്ട എന്ന് പറഞ്ഞിട്ട് വെട്ടും. ഇവൾക്ക് ആ ടൈമിലൊന്നും മുടിയില്ലല്ലോ. അത്രയൊന്നും ഇല്ലല്ലോ. LKG UKG ഒക്കെ കുറച്ച് മുടി തന്നെ ഉള്ളൂ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വെട്ടാതെ ആയി. അത് കാരണം ഇങ്ങനെയായി മുടി. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇത്ര മുടി നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. പിന്നെ ശരിക്കുള്ള മുടി തന്നെയാണോ എന്ന് എത്ര പേരാ അത് ചോദിക്കുന്നത്? ഒന്ന് തിരിച്ച് കാട്ടി കൊടുക്കണം. ഇത് ശരിക്കുള്ള മുടി തന്നെയാണ് ഗൈസ്, വെപ്പ് മുടിയല്ല. ഇവളുടെ സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സിനും അങ്ങനെ ഒരു ടോക്ക് നടന്നിട്ടുണ്ട് അല്ലേ. ചേച്ചി ഇത് ശരിക്കുള്ള മുടിയാണോ എന്ന് ആനുവൽ ഡേക്ക് പോയപ്പോൾ എന്നോടൊരു കുട്ടിയോട് ചോദിച്ചു. ബോയ്സ് ഉറക്കെ പറയൂ. അവളുടെ സ്കൂൾ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഇത്ര മുടിയുണ്ട് കേട്ടോ. ഇത് ചുരുണ്ട മുടിയാണ്, നല്ല ഭംഗിയുള്ള മുടിയാണ്. പിന്നെ ഇത്ര ചെറുപ്പത്തിൽ മുടി വളർത്തണം. 3ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇത്ര ചെറുപ്പത്തിൽ മുടി വളർത്തണം. പറ ബേബി, എന്താണ് നിന്റെ അഭിപ്രായം? ഇഷ്ടമാണ് അല്ലേ? നല്ല ഇഷ്ടാ. എന്നിട്ട് നീ മുടി നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് അല്ലേ? പേനും ഈരും വരാതെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഗൈസ്, ഇവരുടെ തലയിൽ പേനും ഈരൊക്കെ വന്നാൽ ഞങ്ങൾ നോക്കിയെടുക്കും. അതുകൊണ്ടാണ് ഈ മുടി ഇങ്ങനെ പോണത്. പക്ഷെ അവൾക്ക് നോക്കുന്നത് തീരെ ഇഷ്ടമല്ല. അത് നീ പറ. ഇരിക്കും. അതാണ് ഗൈസ്, അവൾക്ക് പേനും ഈരും ഒക്കെ നോക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഒരു മിനിറ്റ് ഗൈസ്, പപ്പ വണ്ടി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ അടുത്ത ഇത് പറയാട്ടോ. വാ, പോയില്ലേ? ബാക്ക്ഗ്രൗണ്ട് പോയപ്പോൾ ഒരു ഇതില്ലടി, സുഖലടി. മഞ്ഞൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? അല്ല, പേനും ഈരിൻ്റെ ക്ലിയർ ഇല്ലേടാ അവിടെ. അപ്പോൾ പേനും ഈരിൻ്റെയും കാര്യമാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ ഞങ്ങൾ കറക്റ്റ് നോക്കിയെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അവിടെ ഭയങ്കര വാർപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നെങ്കിൽ, കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടായിരിക്കും, കാരണം എൻ്റെ സൗണ്ട് ഇത്തിരി വലിയ സൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുടി പാരമ്പര്യമായി ഉള്ളതാണോന്ന്? ഗായ്സ് അല്ല ഗായ്സ്, മുടി പാരമ്പര്യമായിട്ടുള്ളതല്ല. അവളുടെ അച്ഛന് അത്യാവശ്യം നല്ല തിക്കുള്ള മുടിയുണ്ട്. പിന്നെ അവളുടെ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുറേ പേർക്ക് മുടിയൊക്കെ ഉണ്ട്. അല്ലാണ്ട് എനിക്കൊന്നും അത്ര മുടിയില്ല കേട്ടോ. എനിക്കുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ. പിന്നെ അത് ഒരു യൂക്കട്ട് വെട്ടിയതോടു കൂടി മുടി കേട് വന്നു. അല്ലാണ്ട് എനിക്ക് മുടിയൊന്നുമില്ല, ഞാൻ സത്യസന്ധമായി പറയാം. പിന്നെ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല കേട്ടോ. അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, എന്തെണ്ണയാണ് തലയിൽ തേക്കുന്നത്? നമ്മൾ വെളിച്ചെണ്ണ തേക്കും. സാധാ എണ്ണ വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണ തേക്കും. പിന്നെ അടുത്തേക്ക് ചെമ്പരത്തി വെളിച്ചെണ്ണ തേക്കും. അച്ഛന്മാരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഒരാളിവിടെ വെള്ളത്തിൽ കളിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. ഒന്നെങ്കിൽ കുട്ടി വെള്ളം തിരിക്കും, കണ്ടോ, ഓരോന്ന് കാട്ടുക. ഇതൊക്കെയാണ് അവൻ്റെ പണി. അപ്പോൾ മുടിയിൽ പ്രത്യേകിച്ച് ഇന്ന എണ്ണ തേച്ചിട്ടാണ് മുടി വളരുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഓരോ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ, ആ എണ്ണ തേച്ച് എൻ്റെ മുടി ഇത്ര വളർന്നു, തേച്ച മുടി ഇങ്ങനെ നിൽക്കും. അതൊക്കെ വെറുതെയാണ് ഗൈസ്. വളരേണ്ട മുടി തന്നെ വളരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്തത്, മുടി വെട്ടണം എന്ന് തോന്നിയിട്ടുണ്ടോ എന്നൊരു കമൻറ്റ് വന്നതാണ്. മുടി വെട്ടണം എന്ന് തോന്നിയിട്ടുണ്ടോ?
കരയും. പക്ഷെ എനിക്കറിയില്ല ഇവള് വലുതായ മുടി വെട്ടുമെന്ന്. ഇത് ഇത്രയൊക്കെ വെച്ചിട്ട് ഈ ഹോസ്റ്റലിലൊക്കെ ആയ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെ ഉണ്ട് കേട്ടോ ഒരു കുട്ടി, നല്ല മുടിയാണേ, അടിപൊളി മുടിയാണ്. കുട്ടിക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മുടി നോക്കാൻ പറ്റാത്തതുകൊണ്ട് മുടി വെട്ടി. കാരണം അവരെ പറയാൻ പറ്റില്ല, ഹോസ്റ്റലിൽ വെള്ളം നന്നല്ല, പിന്നെ ഫുഡൊന്നും അത്ര നന്നാവില്ല, അവർക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുടി വെട്ടി. തിരിഞ്ഞക്ക് ഈ മുടി ഇനി അവൾ ഇപ്പോഴൊന്നും വെട്ടില്ല, ഞങ്ങളുടെ അതിലാണല്ലോ അവൾ. വലുതായി കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. തിരിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. മുടി നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോന്ന്? എന്ത് ബുദ്ധിമുട്ട് ഗൈസ്, അവളല്ലല്ലോ കൂടുതൽ നോക്കുന്നത്, മുടി ഞങ്ങളാണ് നോക്കുന്നത്. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അവളോ അമ്മമ്മയും മുടി നന്നായി നോക്കി കൊടുക്കും. ഞാനും അവളുടെ മുടി വേറെടുത്ത് മോയപ്പെട്ടൊക്കെ കെട്ടിക്കൊടുക്കും. രാത്രി തലയിൽ ഉറങ്ങാൻ നേരമ്പോൾ മുടി മുന്നിക്കിടുമ്പോൾ ഞാൻ പറക്കണു. ഉറങ്ങാൻ നേരത്ത് തലയുടെ മുകളിൽ മുടി കെട്ടിക്കൊടുക്കൂട്ടോ ഗൈസ്, അതാണ് ചെയ്യാറ്. അതെ, തലയുടെ മേലെ കെട്ടിക്കൊടുക്കും, അത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫ്രണ്ടിക്ക് ഇട്ടിട്ട് മുടി മേപ്പെട്ട് കെട്ടിയിട്ട് എന്നിട്ട് അത് അയച്ചിട്ട് നോക്കും, ഒന്ന് നല്ല തിക്ക് പോലെ തോന്നിക്കും. അതെ. പിന്നെ ഉള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മുടിയെക്കുറിച്ച് കാണുന്നവരെന്താണ് പറയാറ് എന്നാണ്. മുടിയെക്കുറിച്ച് കാണുന്നവരെന്താ പറയാറ് എന്ന്. എന്താ നിന്നോട് പറയാറ്? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല മുടിയുണ്ട്, വെട്ടരുത്. ചില കമന്റ് വരുന്നു, കുട്ടിയുടെ മുടി വെട്ടരുത്, മുടിയാണ് അഴക്. എന്താടാ ഷോ അത് കുറെ മുന്നേ വന്നതാ. നെഗറ്റീവ് നോക്കണ്ട, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതെല്ലാവടെയും ഉള്ളതാണ്. നമ്മൾ ഓരോ ചാനൽ കാണാറില്ലേ, അപ്പോൾ അതൊക്കെ വരും. മുടിയെ കുറിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഇവള് ഇടയ്ക്ക് റോട്ടിൽ കൂടെ അതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സ്കൂൾ കുട്ടികൾ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ശ്രദ്ധിച്ചില്ല, നോക്കടി ആ കുട്ടിയുടെ മുടി നോക്കടിയെന്ന്. അപ്പം ചിലവർ പറയും പ്രാവും ആൾക്കാർ, ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മളാണെങ്കിലും വേറെ വല്ലവരുടെ മുടി കണ്ടാൽ പറയില്ലേ, ഓ എന്ത് ഭംഗി ആ കുട്ടിയുടെ മുടി കാണാന്ന്. ഞാൻ പറയാറുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും പറയാറുണ്ടാവും, ഏതൊരു മനുഷ്യനും പറയാറുണ്ടാവും. അല്ലാണ്ട് ആരും, ചിലവർക്ക് മുടി ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, ചിലവർക്ക് മുടി ഷോർട്ടാവും ഇഷ്ടം, ചിലവർക്ക് ലോങ് ആവും ഇഷ്ടം. നമുക്ക് മുടി ഞാൻ കാറ്റത്ത് പോവാടാ. അപ്പോൾ മുടി ചിലവർക്ക് ലോങ് ആവും ഇഷ്ടം, ചിലവർക്ക് ഷോർട്ട് ആവും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വളർത്തണോ വളർത്തേണ്ടതെന്ന്. ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയാണ് അവളതിനെ ഇഷ്ടം, അതാണ് അവളുടെ അഴക്. എനിക്ക് അവൾ ഷോർട്ടായിട്ട് ചിന്തിക്കാൻ പറ്റണില്ല എങ്ങനെയാവുമെന്ന്. ചിലപ്പോൾ ഭംഗിയുണ്ടാവും, ഷോർട്ട് ഹെയർ ആയിട്ട് ഭംഗിയുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, നമുക്കറിയില്ല. ഇപ്പോൾ അവൾ ഇങ്ങനെയാണ് മുടി. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നിങ്ങളുടെ സംശയങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയ്ക്കേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ എന്താണെന്ന് വെച്ചാൽ, മുടിക്ക് വല്ല ടിപ്സും ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും പറഞ്ഞു തരാറില്ല. എല്ലാ ടിപ്സൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ചെമ്പരത്തിയുടെ ഇല തേക്കുന്നതും താളി തേക്കുന്നതും അങ്ങനത്തെ ഒക്കെ. പിന്നെ കഞ്ഞിവെള്ളം തേക്കുന്നത്. പിന്നെ ചുമ തുമ്മൽ ഇതൊക്കെ ഉള്ളവർ അധികം തേക്കാതിരിക്കാൻ നല്ലത്. മുടിയിൽ ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രം തേക്കുക. അനാവശ്യമായിട്ട് എന്തെങ്കിലും തേച്ചാൽ പണി പാളും, മുടി ഒഴിയും. പിന്നെ ഇവൾക്ക് ചെറുതായി താരണ്ട്, അത് ഇന്ത്യയിൽ നിന്ന് വന്നതാണോ അറിയില്ല. എൻ്റെ മുടിയിൽ അത്യാവശ്യം നല്ല താരണ്ട്. അപ്പോൾ എനിക്കൊരു ഷാമ്പു വാങ്ങണം താരൻ്റെ. ഫ്ലിപ്കാർട്ടിൽ നല്ല റിവ്യൂ കണ്ടിട്ടുണ്ടാ. എന്താണ് എന്തിട്ടു നിർത്താം. അപ്പോൾ പൈപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്, അതൊന്ന് നിർത്തിയിട്ട് വരാൻ ഞാൻ. അപ്പോൾ അതെ, അപ്പോൾ വേദുട്ടം ഇവിടെ വികൃതി കാട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇത് ആകെ ചളി പിളിയാക്കിയിട്ട്. ഇവിടെയൊക്കെ എനിക്ക് അടിച്ചു വാരണം, തുടയ്ക്കണം, കുറച്ച് പണികളുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങോട്ട് ഇന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നടക്കില്ലെന്ന് ശനിയാഴ്ച ആണല്ലോ, ക്ലാസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടിപ്പ് പറഞ്ഞാൽ തന്നെയുള്ളൂ, മുടിയിൽ അധികം ആരും ഒന്നും തേക്കാതിരിക്കുക. പിന്നെ എന്നും കുളിക്കുക എന്ന് പറയും. പക്ഷെ ഇവൾക്ക് എന്നും തല നനയ്ക്കാൻ പറ്റില്ല, അത് ഞാൻ പറയുകയാണ്. എന്നും തല നനച്ചാൽ നല്ലതാണ്, അങ്ങനെ വിയർപ്പും കാര്യങ്ങളൊന്നും വരില്ല. നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജലദോഷം ചുമ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ മുടി നമുക്ക് നനയ്ക്കാൻ പറ്റില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അല്ല ബേബി, എത്രയൊക്കെ ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല മുടിയെ കുറിച്ചിട്ട്? ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കമൻസ് വന്നതാണ്, അതിൻ്റെ സംശയങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലിലേക്ക് അടിച്ചുപൊട്ടിക്കണം. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.